അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയ ഒരു കഥയാണ്. പ്രത്യേകിച്ച് കെ പോപ്പ് ഇഷ്ടപ്പെടുന്ന, കെ പോപ്പിലെ തന്നെ ആസ്ട്രോ എന്ന ബോയ് ഗ്രൂപ്പ് ഇഷ്ടപ്പെടുന്ന, ചായൂനുവിനെ, മൂൺബിന്നിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥ. 2015 പുറത്തിറങ്ങിയ ടു ബി കണ്ടിന്യൂഡ് എന്ന ആസ്ട്രോ എന്ന കെ പോപ്പ് ഗ്രൂപ്പിലെ നമ്മുടെ പയ്യന്മാര് അവരുടെ അതേ ക്യാരക്ടറിലും അതേ പേരിലും അഭിനയിച്ച ഒരു വളരെ രസകരമായ ഫാന്റസി കോമഡി ഡ്രാമയാണിത്. ഇതിന്റെ ഫുൾ കഥ ഈ ഒരു ഒറ്റ എപ്പിസോഡിലാണ് നമ്മൾ പറഞ്ഞു തീർക്കാൻ പോകുന്നത്. എന്താണ് സംഭവം എന്ന് നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടറിയാം. അതിനു മുന്നേ നിങ്ങളൊരു കെ പോപ്പ് ഫാൻ ആണെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് തട്ടിവിടുക. കൂടാതെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായി സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ആറിനെ കാണിച്ചുകൊണ്ടാണ്. ആറിൻ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവളുടെ ലൈഫിനെ പറ്റി ആലോചിക്കുകയാണ്. അവൾക്ക് 20 വയസ്സാകുന്നു. പക്ഷെ ലൈഫ് ഒട്ടും രസകരമല്ല എന്നൊരു തോന്നൽ അവൾക്കുണ്ട്. അവൾക്ക് പഴയ കാലത്തേക്ക്, അതായത് അവളുടെ സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചു പോകണം. അത് എത്ര രസകരമായിരുന്നു എന്നൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നു. അവൾ പിന്നീട് ടാക്സിയിൽ സഞ്ചരിക്കുമ്പോൾ കാഷ്വലായി ഡ്രൈവറിനോട് സംസാരിക്കുന്ന ടീം അവൾ കേൾക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സമയം നമ്മൾ മാക്സിമം എല്ലാ രീതിയിലും യൂട്ടിലൈസ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റണം എന്ന് ചിന്തിച്ചാൽ പോലും അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ പറ്റുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ മുന്നോട്ട് പോകണമെന്ന് അവൾക്ക് എന്തോ മനസ്സിലത് തട്ടുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അവളെ കാത്ത് അവളുടെ ഫ്രണ്ടായ യൂൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആസ്ട്രോ എന്ന ഒരു കെ പോപ്പ് ഗ്രൂപ്പാണ്. അവരിപ്പോ അവരുടെ ട്രെയിനിങ് പീരീഡിലാണ് ഉള്ളത്. അധികം വൈകാതെ അവരുടെ അരങ്ങേറ്റം നടക്കുന്നതാണ്. അതായത് ആദ്യത്തെ സോങ് തന്നെ അവർ റിലീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ടൈറ്റ് ഷെഡ്യൂളിലാണ് ഉള്ളതെങ്കിലും അവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആ ഒരു തിരക്കിന്റെ ഇടയിലും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിലെ പയ്യന്മാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അവർ 6 പേരാണുള്ളത്: ചായുൻവു, മൂൺബിൻ, MJ, റോക്കി, ജിൻജിൻ, യൂൺ സൻഹ. അവർ തങ്ങളുടെ മാനേജർ അറിയാതെയാണ് തങ്ങളുടെ ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. പെട്ടെന്ന് ആരോ വരുന്നത് പോലെ തോന്നുന്നവർ മാനേജർ ആയിരിക്കുമെന്ന് കരുതി ലൈറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്ത് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ നോക്കുമ്പോൾ വന്നിരിക്കുന്നത് അവരുടെ ഫ്രണ്ടായ ആറിനും യൂമാണ്. ആക്ച്വലി ആറിന്റെ ബർത്ത്ഡേക്കുള്ള സർപ്രൈസ് ആയിരുന്നു അവർ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾ വരുമ്പോ കിടുക്കനായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ചാടി അവൾക്കൊരു സർപ്രൈസ് നൽകണം എന്ന് വിചാരിച്ചിരുന്നത് നടക്കാഞ്ഞതിന്റെ വലിയ നിരാശയിലായിരുന്നു അവർ. കാരണം മാനേജർ ആണെന്ന് കരുതി അവർ ആകെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഞെട്ടുന്ന സർപ്രൈസ് അല്ലെങ്കിലും തന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇവരൊരുക്കിയ ഈ ഒരു സെറ്റപ്പ് എല്ലാം ആറിന് വളരെ ഇഷ്ടപ്പെടുന്നു. അവൾ അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് അവരുടെ കൂടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് മറ്റൊരാൾ വരുന്നത്. അത് മാനേജർ ആയിരുന്നു. പുള്ളിക്കാരി ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് കറക്റ്റായി ഒരു ശക്തമായ ഇടിമിന്നൽ ഇടിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് 6 പയ്യന്മാരിൽ 3 പേർ, അതായത് ചായുൻവു, ജിൻജിൻ, MJ, ഇവർ 3 പേരും അവർ നിന്നിരുന്ന അവരുടെ പ്രാക്ടീസ് നടക്കുന്ന സ്റ്റുഡിയോയിലോ തങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് അവർ സ്കൂൾ യൂണിഫോമിൽ അവരുടെ സ്കൂളിലെ ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ടൈം ട്രാവൽ ചെയ്ത് പിറകോട്ട് വന്ന ഒരു എഫക്റ്റ് ആണ് അവർക്ക്. എന്തേ നടക്കുന്നത്? നമ്മളെങ്ങനെ ഇവിടെ വന്നു? നമ്മളെന്ത് ഈ സ്കൂൾ യൂണിഫോം ഇട്ടിരിക്കുന്നത്? നമ്മളെ സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ട്രെയിനീസ് ആയിട്ട് നിൽക്കല്ലേ? എന്ത് ഇതെന്ന് അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവരവിടെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ടീച്ചർ എന്താ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന, ക്ലാസ്സിൽ പോകാനായി പറഞ്ഞ് അവരെ ഓടിക്കുമ്പോൾ അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പുറത്തെത്തി വീണ്ടും സംസാരിക്കുന്ന ടീം ചായുൻവു തന്റെ ഫ്രണ്ട്സിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളുണ്ടായിരുന്ന ആ ഒരു ഹാളില് ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതില് 2013 എന്ന ഡേറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മളപ്പോ 1 വർഷം പിറകിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നു എന്ന് ഒരു ഡൗട്ട്. ആ ഒരു സമയത്താണ് റോക്കി ഡാൻസ് ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽ പെടുന്നത്. അവർ റോക്കിയുടെ ഡാൻസ് കണ്ടു നിന്ന ശേഷം അത് കഴിയുമ്പോൾ അവന്റെ അടുത്ത് ചെന്ന് സൂപ്പർ ആയിട്ട് നീ കളിച്ചിടാന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുന്ന ടീമാണ്. ഒരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്: റോക്കി ഇവരുടെ ആസ്ട്രോ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരുന്നു പ്രസന്റില്. പക്ഷെ ഇപ്പൊ ഇവര് ടൈം ട്രാവൽ ചെയ്ത് വന്നപ്പോ അവനൊന്നും ഇവരുടെ കൂടെ വന്നിട്ടില്ല. ഈ നിൽക്കുന്ന റോക്കി ഫ്യൂച്ചറിൽ നിന്ന് വന്ന റോക്കി അല്ല ഇവരെ പോലെ, മറിച്ച് അവൻ ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തില് ജീവിക്കുന്ന പാസ്റ്റിലെ റോക്കിയാണെന്ന്. അപ്പോ തങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടില്ല, തങ്ങൾ 3 പേരും മാത്രമാണ് വന്നതെന്ന് മനസ്സിലാവുന്നു. കൂടാതെ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്ന ടീം സത്യത്തിൽ എന്തൊക്കെയാണ് കറക്റ്റായി എന്നൊക്കെ സംഭവിച്ചത് എന്നതൊന്നും ഇവർക്കിപ്പോ കൃത്യമായി ഓർമ്മയുമില്ല. ഇവരാകട്ടെ ആസ്ട്രോ എന്ന കെ പോപ്പ് ബാൻഡ് ഒക്കെ ഫോം ചെയ്യുന്നതിന് മുന്നത്തെ കാലഘട്ടത്തിലേക്കാണ് ഈ വന്ന് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യും? എങ്ങനെ നമ്മൾ തിരിച്ചു പോകും? നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസിന് ഏതാനും സമയം കൂടിയല്ലേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മളിങ്ങനെ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തു വന്നാൽ എങ്ങനെ നമ്മുടെ പെർഫോമൻസ് നടക്കും? ഫ്യൂച്ചറിൽ ബാക്കിയുള്ള നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് എന്ത് ചെയ്യും എന്ന് ഇവർക്ക് വല്ലാത്തൊരു ഡൗട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഇവർ അവിടെ ഇരിക്കുന്ന സമയത്താണ് അപ്പൊ അവിടേക്ക് എത്തുന്ന ഇവരുടെ ഒരു ഫ്രണ്ട് ചായുൻവിനോട് എന്തിനാ മോൺബിന്നിനോട് വഴക്കുണ്ടാക്കിയത്? നീ കാരണം അവന് നല്ല സങ്കടമായി എന്നൊക്കെ പറയുമ്പോ ബിന്നിനോട് ഞാൻ വഴക്കുണ്ടാക്കിയോ? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നും പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് ആയി അവിടെ ഇരിക്കുകയാണ് ചായുൻവു. കാരണം അവന് ഇപ്പൊ ടൈം ട്രാവൽ ചെയ്ത് വന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നേ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് അവിടെ നിന്ന് പോകുന്ന സമയത്താണ് സൻഹയെ കാണുന്നത്. അവനെ കണ്ട് ഇവര് സംസാരിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സൻഹയും ഫ്യൂച്ചറിൽ നിന്ന് വന്നില്ല.
മനസ്സിലാവുന്നില്ല അവൻ ഇപ്പോഴത്തെ അവൻ തന്നെയാണ്. ഗ്രൂപ്പായി ആ സമയത്ത് മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവരോട് അത്ര അടുപ്പമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ശരി, നിന്റെ ഗേൾഫ്രണ്ടിന്റെ ഇടയിൽ ഞങ്ങൾ കട്ടുറുമ്പാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോകാൻ നിൽക്കുമ്പോൾ, അല്ല ഇവളെന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇവൾ ഇപ്പോഴാണല്ലോ എന്നെ പ്രപ്പോസ് ചെയ്തതെന്ന് അവൻ വീണ്ടും ചോദിക്കുമ്പോൾ, ഫ്യൂച്ചറിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇവർ അപ്പോ ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ആയിരുന്നു എന്നത് തങ്ങൾക്ക് അറിയാമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവള് നിന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ഞങ്ങളിപ്പോ കണ്ടിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവരും തടി തപ്പുന്നു. അതായത് മൊത്തം 6 പേരുള്ള ആസ്ട്രോയിൽ നിന്ന് 3 പേർ മാത്രമാണ് ടൈം ട്രാവൽ ചെയ്ത് വന്നത്. ബാക്കി 3 പേരും ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ്. കൂടാതെ ഇവർ K-pop ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിന് മുന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇവർ പലർക്കും പരസ്പരം അറിയില്ലെങ്കിലും അവർ ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്നവരാണ്. അങ്ങനെ വീണ്ടും ഇവർ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. മുന്നേ പറഞ്ഞ പോലെ ഇവർക്ക് ആകെ ടെൻഷൻ ഉണ്ട്. കാരണം ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവർ ആദ്യമായി കമ്പോസ് ചെയ്ത പാട്ട് പെർഫോം ചെയ്യേണ്ട ദിവസത്തിന് തൊട്ട് മുന്നെയാണ് ഇവരിപ്പോ ഇങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്തു വന്നത്. അതിന് എന്താവും എന്നുള്ള ടെൻഷൻ, ഒപ്പം തന്നെ ഇവിടെ പെട്ടുപോയാൽ ഇവരുടെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ടെൻഷൻ. ആ ടീം നമ്മൾ ഓൾറെഡി K-pop ട്രെയിനീസ് അല്ലേ, അതുകൊണ്ട് നമുക്കിനി പേടിക്കണോ, നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ടൈം എൻജോയ് ചെയ്ത് നടക്കാമല്ലോ എന്ന് MJ പറയുമ്പോൾ, എടാ അതൊന്നും ശരിയാവില്ല, നമ്മൾ ഈ ഒരു സമയത്ത് വന്നെങ്കിൽ ഇവിടം തൊട്ടേ നമ്മൾ കഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ആരായി മാറുമോ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ചായുൻവും അതിനോട് യോജിക്കുന്നു. അതെ, അല്ലാതെ നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കൂളായിട്ടിരുന്നാലും അത് തന്നെ നമ്മൾ ആവുമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഫ്യൂച്ചറിൽ നമ്മൾ എന്തായിരുന്നോ അത് ആവാനായി തന്നെ നമ്മൾ പരിശ്രമിക്കണമെന്ന് അവൻ പറയാണ്. അങ്ങനെ അവര് പ്രാക്ടീസ് ചെയ്യാനായി പോകുന്നു. ആ ഒരു സമയത്ത് അവിടേക്ക് എത്തുന്ന മുന്നത്തെ പോലെ തന്നെ മൂൺബിന്റെ കാര്യം ഷായുൻവിനോട് പറയാണ്. ഷായുൻവിൻ ഇപ്പോഴും ഇവളെന്തീ പറയുന്നത്, എനിക്കും ബിന്നിനും ഇടയിൽ എന്തായിരുന്നു പ്രശ്നം എന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ അതവൻ അവളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവൾ അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. ഒരു കഫേയിലേക്ക് പോകുമ്പോൾ അവിടെ ആറിനും മൂൺബിന്നും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം രണ്ടുപേരും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുക, സോറി പറ, വെറുതെ ഇങ്ങനെ വഴക്കിട്ടിരുന്നിട്ട് കാര്യമില്ല, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്നെല്ലാം അവള് പറയുമ്പോൾ ചായൻമൂൻ ഒന്നും തന്നെ മനസ്സിലാവാത്തത് കൊണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും മൂൺബിൻ ആകട്ടെ ഞാൻ എന്തിനു സോറി പറയണോ എന്ന് ദേഷ്യപ്പെടുന്നു. തെറ്റ് ചെയ്തത് ഇവൻ സോറി പറയട്ടെ എന്നായിരുന്നു ബിന്നിന്റെ ആറ്റിറ്റ്യൂഡ്. ഒപ്പം തന്നെ റോക്കിയോട് ചായൻമൂന് കുശുമ്പാണ്, അവൻ ഇവനേക്കാളും നന്നായി പെർഫോം ചെയ്യുന്നതിന്റെ കണ്ണുകടിയാണ് എന്നൊക്കെ മൂൺബിൻ പറയുമ്പോൾ ചായൻമൂന് ദേഷ്യം വരുന്നുണ്ട്. ചായൻമൂ അവനോട് അതേ നാണയത്തില് മറുപടി കൊടുക്കുമ്പോൾ ദേഷ്യം വരുന്ന ബിൻ ഞാൻ ഇനി നിന്റെ കൂടെ ഇല്ലാന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. ആക്ച്വലി യുവിന് ബിന്നിനോട് ഒരു താല്പര്യമുണ്ട്, പക്ഷെ മൂൺബിൻ ആ ഒരു താല്പര്യം തിരിച്ച് അവളോട് കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് അതിന്റെ നിരാശയുമുണ്ട്. അങ്ങനെ ചായുൻവുവിനോടുള്ള കലിപ്പിന് മൂൺബിൻ റോക്കിയുടെ കൂടെ ചേർന്ന് ഇവർക്കെതിരെ ഒരു ബോയ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാനായി തീരുമാനിക്കുന്നു. അതറിയുന്ന ജിൻജിനും MJയും ആകെ ടെൻഷനായി ചായുൻവുവിന്റെ അടുത്തെത്തി, നീ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ വലുതാക്കുന്നത്, നീയും മൂൺബിന്നും തമ്മിൽ വിഷയമുണ്ടായിരുന്നെങ്കിലും അത് എന്തായിരുന്നു എന്ന് നിനക്ക് കറക്റ്റായി അറിയില്ലെങ്കിലും ഒരു സോറി പറഞ്ഞാൽ അത് തീരുമെന്ന് മനസ്സിലായപ്പോ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, വെറുതെ എന്തിനാ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്, ഇതാകുമ്പോൾ നമ്മൾ പാസ്റ്റ് മാറ്റുന്നത് പോലെ ആവില്ലേ, അറിയാലോ ഫ്യൂച്ചറിൽ നമ്മൾ 6 പേരും ഒന്നിച്ചുള്ളവരായിരുന്നു, പക്ഷെ ഇപ്പോ ഓരോ കാര്യങ്ങളുണ്ടായി നമ്മൾ ഒന്നിക്കാതെ പോയാൽ തീർച്ചയായും ഫ്യൂച്ചറിലെ കാര്യങ്ങളും മാറി മറിയും, നീ തന്നെയല്ലേ പറഞ്ഞ ഫ്യൂച്ചറിലെ പോലെ തന്നെ ഇപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്ന്, അതുകൊണ്ട് നീ സോറി ചോദിക്കുക, ഇഷ്യൂ വലുതാവണ്ട എന്നെല്ലാം അവർ പറയുമ്പോൾ യുൻവും ഞാൻ സോറി ചോദിക്കാം എന്ന് പറയുന്നു. അതിന്റെ ഇടയിൽ പിന്നീട് ഇവർ പാട്ടിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വരാൻ പോകുന്ന ഫെസ്റ്റിവലിന് ഒരു പാട്ട് പെർഫോം ചെയ്യണ്ടേ, ഏത് പാട്ട് റെഡിയാക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരുപാട് പാട്ടുകൾ അറിയാലോ, നമ്മൾ ട്രെയിനീസ് അല്ലായിരുന്നോ, അതിലേതെങ്കിലും പാട്ട് നമുക്കിപ്പോ പെർഫോം ചെയ്യാമെന്ന് യുൻവു ഐഡിയ കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് ആരൻ മൂൺബിന്നോട് വീണ്ടും യുൻവുവിന്റെ കൂടെ പിണങ്ങാതെ അവരുടെ ഗ്രൂപ്പിലേക്ക് ചേരുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുന്നു. കാരണം ഇവർ 4 പേരും ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന സമയത്താണ് ഇവർക്കിടയിൽ വഴക്കുണ്ടായി മൂൺബിൻ ഇപ്പൊ പിണങ്ങി പോകുന്നത്. ആ ടീം യുൻവനോട് കൂട്ടുകൂടാൻ തയ്യാറല്ല എന്ന് പറയുന്ന അവൻ സെൽഫിഷ് ആണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ മറ്റാരുടെയും കാര്യം ചിന്തിക്കുന്നില്ല എന്ന് അവൾ അവനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് വേറെ ആരുടെയും കാര്യത്തിൽ കയറിയില്ലെങ്കിലും നിന്റെ കാര്യത്തിൽ കയറുണ്ടെന്ന് മൂൺബിൻ അവളോട് പറയുന്നു. അതിൽ നിന്ന് തന്നെ അവൻ അവളോട് ഒരു താല്പര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവൾക്ക് പക്ഷെ അങ്ങനെ ഒരു താല്പര്യം അവനോടില്ല. എങ്ങനെയും സ്പ്ലിറ്റ് ആവാതെ ഇവരുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകണമെന്നാണ് പാട്ടിനെയും ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിനെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആറിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ അവൾ ചായൻവുവിന്റെ അടുത്തേക്ക് ചെന്ന് മൂൺബിന്നോട് സോറി പറഞ്ഞ് വീണ്ടും ഒരു ഗ്രൂപ്പ് ആവുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ ആ ടീം ഒരു പാട്ട് തയ്യാറാക്കി അത് സേവ് ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു. അവൾ ഈ കാര്യം പറയുമ്പോൾ ഞാൻ സോറി പറയാമെന്ന് അവൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ പുറത്ത് ഇടിമിന്നലൊക്കെ വരുന്നുണ്ട്. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ചായൻവു വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു ഇടിമിന്നൽ അടിച്ചപ്പോഴാണല്ലോ ഒരു വർഷം പിറകിലേക്ക് ഇവൻ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വന്നത്. എന്തായാലും അടുത്ത ദിവസമായിട്ട് ആരൻ ചായൻവു മൂൺബിന്നോട് സോറി ചോദിക്കാന്ന് പറഞ്ഞു എന്ന് അറിയുന്ന യുൻവുവിനെ സോറിയുടെ കാര്യം ഓർമ്മിപ്പിക്കാൻ പോകുമ്പോൾ ആര് പറഞ്ഞു സോറി ചോദിക്കാന്ന്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു അവൻ അങ്ങ് പോകുമ്പോൾ ഇവൻ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്ന് അവൾക്ക് ഡൗട്ട്. അവൾ ജിൻജിനെയും MJയും കാണുമ്പോൾ യുൻവുവിന് ഇത് എന്ത് പറ്റി, ഇന്നലത്തെ ആളെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ എന്ത് പറ്റാന്, അവൻ ഞങ്ങളോടും സോറി ചോദിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു ആ കാര്യം തന്നെ യുൻവുവിനോട് സംസാരിക്കാനായി അവർ പോകുമ്പോൾ യുൻവുവിന് അവൻ സോറി ചോദിക്കാന്ന് പറഞ്ഞ കാര്യമേ ഓർമ്മയില്ല. അവൻ തന്നോട് വഴക്കുണ്ടാക്കുന്ന മൂൺബിന്നോട് നല്ല കലിപ്പിൽ തന്നെ സംസാരിക്കും.
സംസാരിക്കുകയാണ്. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇവർക്ക് എടാ നീ ഇങ്ങനൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാറ്റിമറിച്ചാല് ഫ്യൂച്ചറിനെ അത് ബാധിക്കില്ലേ, അതുകൊണ്ട് നീ ഇങ്ങനൊക്കെ ചെയ്യാതെ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല. അത് കേൾക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ കൂടെ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന യുൻവുന് ഇപ്പൊ പക്ഷെ പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. അതായത് ടൈം ട്രാവൽ ചെയ്തു വന്ന കാര്യമേ അവന് ഓർമ്മയില്ല. അവൻ ഈ കാലഘട്ടത്തിൽ ശരിക്കും ജീവിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നതെന്ന്. പക്ഷെ ഇവനിങ്ങനെ അല്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇവനിങ്ങനെ കാര്യങ്ങൾ മറന്നു എന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും അന്നങ്ങട്ട് ക്ലാസ്സിന് മൂൺബിൻ വന്നില്ല. ഇവനെന്താ വരാഞ്ഞത് എന്ന് ഫ്രണ്ട്സ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചായുൻവു എന്താണ് തനിക്ക് മൂൺബിനും ഇടയിൽ നടന്ന യഥാർത്ഥ പ്രശ്നമെന്ന ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന ടീം ആദ്യം കെ പോപ്പ് സ്വപ്നം കണ്ട് ഒരു ഗ്രൂപ്പായി ചേർന്നത് ചായുൻവുവും മൂൺബിനും എംജെയും ജിൻജിനുമാണ്. അങ്ങനെ ഇവർ നല്ല രീതിയിൽ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുവന്നു. പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരുടെ ഒരു കെ പോപ്പ് ഭാവി സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഇവര് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു റൂമിൽ ഇരിക്കുന്ന സമയം ഓൾറെഡി ഇവരെ പോലെ തന്നെ സ്കൂളിൽ ഇതുപോലെ വേറൊരു കെ പോപ്പ് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലെ പയ്യനാകട്ടെ സ്റ്റുഡന്റ് കൗൺസിലിന്റെ ലീഡറാണ്. ആ പയ്യൻ ഇത് ഞങ്ങളുടെ ഇടമാണ്, ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അതിന് ഞങ്ങൾ ഈ സ്ഥലം വിട്ടുതരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പൊ ഇത് ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തു എന്നേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞ് മൂൺബിൻ ആ പയ്യനോട് സംസാരിക്കുമ്പോൾ അവൻ വളരെ ആക്ഷേപിച്ച് ഇവരോട് സംസാരിക്കുന്നു. നീ ഒന്നും ആവാൻ പോകുന്നില്ല, കഴിവില്ലാത്തവരെ യൂസ്ലെസ് എന്നൊക്കെ അവൻ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരുന്ന മൂൺബിൻ അവനെ അടിക്കുന്നുണ്ട്. തുടർന്ന് അതൊരു ഇഷ്യൂ ആവാതിരിക്കാനായി അതില് ചായുൻവു ഇടപെടുന്നു. ചായുൻവു തങ്ങളുടെ ഗ്രൂപ്പിനെ ഇവൻ പറഞ്ഞിട്ടും ഇങ്ങനെ അവനെ തന്നെ എതിർക്കാൻ നോക്കുന്നതിനെ പറ്റി ദേഷ്യം വരുന്ന മൂൺബിൻ അങ്ങനെ ആ കാര്യം പറഞ്ഞ് ചായുൻവുമായി വഴക്കാവുന്നു. ആക്ച്വലി ആ ഒരു വഴക്കാണ് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് ഇപ്പൊ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് മൂൺബിൻ മാറി വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചത്. ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ എന്തൊക്കെയായാലും അവൻ ഗ്രൂപ്പിൽ നിന്ന് മാറി വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നോക്കുന്ന കാര്യം ആലോചിച്ചിട്ട് ചായുൻവുവിന് നല്ല കലിപ്പ് മൂൺബിനോട് തോന്നുന്നുണ്ട്. എന്തായാലും മൂൺബിൻ പോകുന്നെങ്കിൽ പോകട്ടെ, അവന് പകരം വേറെ ഒരാളെ എടുക്കും ഞാൻ. അത് വേറെ ആരുമല്ല, സൻഹ തന്നെയാണ്. ആക്ച്വലി അവനും ആസ്ട്രോയിലെ ഒരു മെമ്പർ അല്ലേ, അവൻ നന്നായി പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ എന്തുകൊണ്ട് അവനെ എടുത്തുകൂടാ. എന്തായാലും അവൻ എന്റെ ടീമിൽ വരേണ്ടവനല്ലേ എന്നോർത്ത് ചായുൻവു സൻഹയുടെ അടുത്തേക്ക് ആ ഒരു കാര്യം സംസാരിക്കാനായി പോകുന്നു. ഇതേ സമയം ജിൻജിനും എംജിയും സംസാരിക്കുമ്പോൾ ജിൻജിൻ എങ്ങനെയാടാ യുൻവുവിനെ കൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക, അവന് നമ്മൾ ഫ്യൂച്ചറിൽ നിന്ന് വന്നത് ഒന്നും ഓർമ്മയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഏത് ഫ്യൂച്ചർ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് എംജെ പറയുന്നു. എടാ നീ ചുമ്മാ കുഞ്ഞു കളിക്കല്ലേ, യുൻവു മറന്നെന്നും പറഞ്ഞ് നീയും അതുപോലെ മറന്നതായിട്ട് കാണിച്ച് എന്നെ വെറുതെ പേടിപ്പിച്ച് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരത്തില്ലേ എന്നല്ല ജിൻജിൻ പറയുമ്പോൾ നീ എന്തീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് എംജെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അയ്യോ ഇവനും പഴയതൊക്കെ മറന്നോ, എന്റെ ദൈവമേ ഞാൻ ഇനി ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ജിൻജിൻ ആകെ പേടിക്കുമ്പോ പോയ എംജെ തിരിഞ്ഞു നിന്ന് അവനെ കളിയാക്കി ചിരിക്കുന്നു. അപ്പോഴാണ് സത്യത്തിൽ ജിൻജിന് ശ്വാസം നേരെ വീഴുന്നത്. അങ്ങനെ പിന്നീട് യുൻവുവിന്റെ ഐഡിയ പ്രകാരം സൻഹയെ കണ്ട് തങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്ന കാര്യം അവനോട് സംസാരിക്കാനായി ഇവർ പോകുന്നു. സൻഹയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ജിൻജിനും എംജെക്കും എങ്ങനെയും മൂൺബിന്നെ തിരിച്ച് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം എന്ന ചിന്തയാണ്. അവർ ആ കാര്യം സംസാരിക്കുന്ന കൂട്ടത്തില് എന്നാലും ബിന്നിനോട് യുൻവു അങ്ങനെ പറയണ്ടായിരുന്നു. യുൻവുവിന് കുറച്ച് കൺട്രോൾ ചെയ്തായിരുന്നെങ്കിൽ ബിന്നുമായിട്ട് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നെല്ലാം അവര് സംസാരിക്കുമ്പോൾ അത് യു കേൾക്കുന്നുണ്ട്. യുവിന് ബിന്നിനോട് ഒരു ചായ ഉണ്ടല്ലോ, അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. യുൻവു ബിന്നിനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അവൾ ആ കാര്യത്തിൽ കലിയിളകി യുൻവുവിനെ രണ്ടെണ്ണം പറയാനായി പോകുമ്പോൾ യുൻവു ആറിനും സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അവിടെ ചെന്ന് യുൻവുവിനോട് പൊട്ടി തെറിക്കുകയാണ് യു. ആ ഒരു ടീം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന എംജിക്കും ജിൻജിനും ഇവളിനി ഈ പ്രശ്നം ഒന്നുകൂടെ വലുതാക്കുമോ എന്ന ടെൻഷൻ ആവുന്നു. അങ്ങനെ ബിന്നിന് ഒരു കിടുക്കൻ ബൈക്കുണ്ട്. ആ ബൈക്ക് അവനൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെക്കുമ്പോൾ അവിടെ രണ്ട് പയ്യന്മാർ വരുന്നു. അവന്മാര് ആ ബൈക്കിൽ കിടന്ന് ചാരി മറിഞ്ഞ് ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ബിൻ ഒന്ന് മാറുമോ വണ്ടി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓ നിന്റെ വണ്ടിയോ, നീ ഏതോ സ്കൂളിൽ പഠിക്കുന്ന പയ്യനല്ലടാ, നിനക്ക് എന്തിനാ ഇത്രയും വലിയ വണ്ടി, ആ താക്കോൽ ഇങ്ങത്താന്നൊക്കെ പറഞ്ഞ് അവനോട് ആ വണ്ടിക്ക് വേണ്ടി അവന്മാര് വഴക്കുണ്ടാക്കുമ്പോൾ അവൻ വഴക്കുണ്ടാക്കാതിരിക്കാനായി ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഇവന്മാരായിട്ട് ബിന്നിന്റെ ദേഹത്ത് അടിക്കാനായി വരുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന റോക്കിയും അവന്റെ മറ്റു ഫ്രണ്ട്സും അത് കാണുകയും തുടർന്ന് ഇവന്മാർക്ക് അവിടെ നിന്ന് പിന്മാറി പോകേണ്ടിയും വരുന്നു. അങ്ങനെ പിന്നീട് ഈ പ്രശ്നം എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ എംജിയും ജിൻജിനും ആറിന്റെ കൂടെ ഡിസ്കഷൻ നടത്തുമ്പോഴാണ് റോക്കിയെ ബിന്നിന് ഇപ്പൊ വലിയ കാര്യമാണ്. റോക്കി വഴിയെ ഇനി ബിന്നിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. റോക്കിക്ക് യുൻവുവിന്റെ പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. റോക്കി എങ്ങനെയും ഈ ഗ്രൂപ്പിലേക്ക് ചേരാന്ന് സമ്മതിച്ചാൽ അതുവഴി ബിന്നിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ആറിൻ ഒരു ഐഡിയ പറയുന്നു. അങ്ങനെ റോക്കിയോട് സംസാരിക്കാനായി എംജിയും ജിൻജിനും പോകുന്നുണ്ട്. റോക്കിയുടെ മുന്നിൽ ഇവർ നന്നായി ഒരു പാട്ടൊക്കെ പാടി അവനെ വളരെ ഇംപ്രസ് ചെയ്യുന്നു. അവൻ ഇവരുടെ കൂടെ ചേർന്ന് എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒടുക്കം നീയും ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാനായി പറയുന്നവർ അവന് താല്പര്യം ഉണ്ടെന്ന് കാണുമ്പോൾ ബിന്നിനെയും നീ വിളിച്ചോണ്ട് വാ, അവനിപ്പോ ഞങ്ങളോട് പിണങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ ശരി ഞാൻ അവനോട് സംസാരിക്കാമെന്ന് റോക്കി പറയുന്നു. റോക്കി അങ്ങനെ ബിന്നിനോട് ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവൻ അപ്പോൾ ഒരു എസോ നോയോ മറുപടി കൊടുക്കുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് വീണ്ടും ബിന്നിനെ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കൂട്ടുന്ന കാര്യത്തെ പറ്റി റോക്കിയെ എംജെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അവൻ ആ കാര്യം പിന്നീട് ജിൻജിനോട് സംസാരിക്കുമ്പോൾ എന്തുവാ നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ജിൻജിൻ പറയുന്നു. നീ മറന്നുപോയോ നമ്മളിട്ട പ്ലാൻ ഇല്ലേ, അതിനെ പറ്റിയാണെന്ന് അവൻ പറയുമ്പോൾ എന്ത് പ്ലാൻ, എന്ത് ഫ്യൂച്ചർ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ജിൻജിൻ നിൽക്കുമ്പോൾ എടാ ഞാൻ നിന്നെ പ്രാങ്ക് ചെയ്ത പോലെ നീ ഇപ്പൊ തിരിച്ചെന്നെ പ്രാങ്ക് ചെയ്യണോ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്,
നിനക്കൊന്നും ഓർമ്മയില്ലേ എന്നെല്ലാം MJ ചോദിക്കുമ്പോ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് തന്നെ ജിൻജിൻ പറയുമ്പോ എന്റെ ദൈവം യുൻവുനെ പോലെ ഇവൻ മറന്നോ അതോ ഇവനെ ഞാൻ പറ്റിക്കാൻ നോക്കിയതിന് ഇവൻ തിരിച്ചെനിക്കിട്ടൊരു പണി തരുവാണോ എന്ന് കൺഫ്യൂഷനിലായിരുന്നു MJ. ഇപ്പൊ ചായുൻവു തനിയെ സോങ് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തുന്ന അന്ന് ബിന്നുമായി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയ ആ പയ്യൻ അടങ്ങുന്ന ഗ്രൂപ്പ് അവിടേക്ക് എത്തുന്നു. യുൻവു ഒരു അസാധ്യ സിംഗറാണ്, ഡാൻസറാണ് എന്നൊക്കെ അറിയാവുന്ന അവർ അവനെ അവന്റെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചാക്കിട്ട് പിടിക്കാൻ നോക്കുന്നു. ഓൾറെഡി ഫ്യൂച്ചറിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ അതൊന്നും ഓർമ്മയില്ലാത്ത യുൻവു ഇനി ഇവര് പറയുന്നത് പോലെ ഇവരുടെ ഗ്രൂപ്പിൽ ചേരണോ വേണ്ടയോ എന്ന് അത് കേട്ടൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ മുന്നേ ബിന്നുമായി വഴക്കുണ്ടാക്കിയിട്ട് ഒടുക്കം ചമ്മി തിരിച്ചു പോകേണ്ടി വന്ന ആ പയ്യന്മാരിപ്പോ ബിന്നും റോക്കിയും അവരുടെ മറ്റു ഫ്രണ്ട്സും ഒക്കെ ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടേക്ക് വഴക്കുണ്ടാക്കാനേ വരുന്നു. ഇവിടെ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, മര്യാദയ്ക്ക് പോകാനേ അവന്മാര് പറയുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളായിട്ട് ഇവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല, പിന്നെന്തിനാ വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നതെന്ന് അവര് ചോദിക്കുമ്പോൾ ഇവരും വിട്ടുകൊടുക്കുന്നില്ല. മുന്നത്തെ കലിപ്പ് തീർക്കാൻ വന്നതാണ് അവന്മാര്. എന്തായാലും അങ്ങനെ ഇവിടെ ഇവർക്കിടയിലെ വഴക്കാവുകയാണ്. ഇതേ സമയം MJ ജിൻജിന് ശരിക്കും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് അറിയാനായി സംസാരിക്കുമ്പോൾ അവൻ ഓരോ ഓർമ്മയില്ലാത്ത രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ MJക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് ആരും അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് അവളോട് എങ്ങനെയും സംസാരിച്ച് ബിന്നിനെ തിരിച്ച് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് എല്ലാം നാനാ ഭാഗത്തേക്ക് ചിന്നിച്ചെതറി ഫ്യൂച്ചറിൽ ആസ്ട്രോ എന്ന ഗ്രൂപ്പേ ഇല്ലാണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന അവൻ ബിന്നിനെ കണ്ട് സംസാരിക്കാനായി ആരുണിനെ കൂട്ടി പോകുമ്പോഴാണ് ബിൻ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. വേഗം തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റാളുകളെ നീ വിവരം അറിയിക്കണം, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം, നമുക്ക് ബിന്നിന് വേണ്ടി ഇവിടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കാൻ പോവാ, നീ വേഗം ഞാൻ പറഞ്ഞ കാര്യം പോയി ചെയ്യാൻ പറഞ്ഞു ആ വഴക്കിന്റെ ഇടയിലേക്ക് വലിയ മാസായിട്ട് MJ ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്നവന്മാരുടെ കാലി വീണ് അയ്യോ വഴക്കുണ്ടാക്കല്ലേ തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് കരയാണ്. ഈ ടീം ഇത് കാണുന്ന ബിൻ എടാ നീ എപ്പോ ഇവിടെ വന്നു എന്ന് അവനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും ആരിൻ യുൻവുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പറയാനായി. യുൻവു അപ്പോഴേക്കും മറ്റേ ഓപ്പോസിറ്റ് ടീം അവരുടെ ഗ്രൂപ്പിലേക്ക് അവനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തുടർന്ന് അവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ കൊടുത്ത പാട്ടിന്റെ ലിറിക്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനങ്ങോട്ട് ഇവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള പാതി മനസ്സിലിരിക്കുകയാണ്. ആ കറക്റ്റ് സമയത്താണ് ആറിന്റെ കോൾ വരുന്നത്. അവളാകട്ടെ എടാ വേഗം ഇവിടേക്ക് വാ, ഇവിടെ വലിയ അടി നടക്കുക ബിന്നുമായിട്ട്, എത്രയും പെട്ടെന്ന് വന്ന് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ എന്തിനാ അവനെ ഹെൽപ്പ് ചെയ്യുന്നത്, അവനെ എല്ലാവരോടും അടി ഉണ്ടാക്കുന്നത് തന്നെയാ പ്രധാന ഹോബി, എനിക്ക് അവനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് യുൻവു കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആരൻ എന്തായാലും അപ്പോഴേക്കും ബാക്കി ഫ്രണ്ട്സിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോഴത്തെ യുൻവു ഇപ്പോഴും മനസ്സങ്ങ് ചാഞ്ചാടി ഇരിക്കുന്നതുകൊണ്ട് ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ലാതെ ഇരിക്കുന്നത് കാണുന്ന ആ ഓപ്പോസിറ്റ് ടീമിലെ പയ്യൻ നിന്റെ ഫ്രണ്ട്സിനെ ആലോചിച്ചിരിക്കുകയാണോ, അവറ്റകളെല്ലാം യൂസ്ലെസ് ആ, കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞു യുൻവുവിനെ തങ്ങളിലേക്ക് തന്നെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ തന്റെ ഫ്രണ്ട്സിനെ വളരെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ യുൻവുവിന് സഹിക്കുന്നില്ല. ഫ്രണ്ട്സിന്റെ ഇടയിൽ പല പ്രശ്നങ്ങളും കാണും, പക്ഷെ വെളിയിൽ നിന്ന് ഒരുത്തം മുട്ടാൻ വരുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു യുൻവുവിന്. യുൻവു എന്റെ ഫ്രണ്ട്സ് അല്ല, യൂസ്ലെസ്സും വേസ്റ്റും, അത് ആരാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവന്മാർക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അപ്പോ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. എന്തായാലും അപ്പോഴേക്കും ബാക്കി ഫ്രണ്ട്സ് ഒക്കെ അടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ജിൻജിൻ യുവിനോട് നീ അടി ഉണ്ടാക്കാൻ വരരുത്, മാറി നിന്നോ, ഞങ്ങള് ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞ് അടി ഇടാൻ പോകുന്നുണ്ട്. പക്ഷെ അത് കണ്ടു നിൽക്കാനാവാതെ അവളും അടിയുടെ ഇടയിലേക്ക് കയറുമ്പോൾ അവക്ക് നല്ല അടി കിട്ടി താഴെ വീഴുന്നുണ്ട്. എന്തായാലും തുടർന്ന് അവിടെ അടി നടക്കുന്ന ടീം പോലീസ് എത്തുന്നു. പോലീസ് ആകട്ടെ ഇവരെയാണ് പിടിച്ചോണ്ട് പോയി സ്റ്റേഷനിൽ എത്തുന്നത്. സാർ അവരല്ലേ അടി ഉണ്ടാക്കിയത്, പിന്നെന്തിനാ ഞങ്ങളെ പിടിച്ചോണ്ട് വന്നതെന്ന് യു അവരോട് ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ പേരൻസ് വരട്ടെ എന്നിട്ട് നിങ്ങളെ വിടാന്ന് പോലീസുകാരൻ പറയാണ്. അങ്ങനെ ഇവരിവിടെ ഇരിക്കുമ്പോഴാണ് ചായുൻവു അങ്ങോട്ടേക്ക് എത്തുന്നത്. ഓ ഇത്ര ലേറ്റ് ആയിട്ടാണ് ഇവൻ വരുന്നതെന്ന് അവർ പുറകുമ്പോഴേക്കും യുൻവു അവന്റെ അച്ഛനെ ഫോൺ ചെയ്ത് പോലീസുമായി സംസാരിച്ച് ഇവരെ വിട്ടയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ബാക്കിയുള്ളവരുടെ പേരൻസിനെ അറിയിച്ച് അവരെ വരുത്തേണ്ട അവസ്ഥ വന്നില്ല. എന്തായാലും ആ ഒരു സമയത്ത് ഇവര് സംസാരിക്കുമ്പോൾ മുന്നേ യുൻവുവിനോട് ദേഷ്യത്തിൽ ഓരോന്നും പറഞ്ഞതിന് യു അവനോട് സോറി ചോദിക്കുന്നു. കൂടാതെ ഇപ്പോ അടി നടന്നത് ബിൻ ഒന്നും ചെയ്തിട്ടില്ല, അവരായിട്ട് ഇങ്ങോട്ടും അടിക്ക് വന്നതാണെന്ന് യുൻവുവിന് മനസ്സിലാവുമ്പോൾ സാറില്ല, ബിൻ നമ്മുടെ ഫ്രണ്ടും നമ്മുടെ ടീം മെമ്പറും ഒക്കെ അല്ലേ, അവന് വേണ്ടി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കൂടെ കാണുമെന്ന് യുൻവു പറയുമ്പോൾ ബിന്നും യുൻവുവും തമ്മിലുള്ള പ്രശ്നവും അവിടെ സോൾവ് ആവുകയാണ്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആവുന്നു. തുടർന്ന് അടുത്ത ദിവസം സ്കൂളിൽ ബിന്നിനെ കാണുന്ന എറിൻ എന്തായാലും നീ പഴയതുപോലെ ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ പക്ഷെ നീ എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമല്ല കാണുന്നുള്ളൂ, എനിക്ക് നിന്നോട് അതിൽ കൂടുതൽ ഒരു ഇഷ്ടമുള്ളത് നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. ശരി ശരി വേണ്ട, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടാനൊന്നും പറയില്ല, നിനക്ക് എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവൻ പോകുമ്പോൾ അവൻ തന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന കാര്യം ഓർത്ത് എന്തോ ഒരു ആലോചനയിൽ നിൽക്കുന്നു. അങ്ങനെ പിന്നീട് ഇവരെല്ലാം വീണ്ടും പഴയ ആ ഒരു ഫോമില് പാട്ട് കമ്പോസ് ചെയ്യാനും ഒക്കെ ഇരിക്കുകയാണ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷെ MJക്ക് ഇപ്പോ ഫെസ്റ്റിവലിന് നമ്മൾ ഈ പാട്ട് പെർഫോം ചെയ്താൽ ഫ്യൂച്ചർ മാറില്ല, കാരണം പണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു സമയം നടന്നപ്പോൾ നമ്മൾ ഈ പാട്ടല്ലായിരുന്നു പെർഫോം ചെയ്തത് എന്നത് മനസ്സിലാവുന്നുണ്ട്. മുന്നേ ചെയ്ത അതേ കാര്യങ്ങൾ പോലെ ഇപ്പോഴും ചെയ്താലേ ഫ്യൂച്ചർ റിപ്പീറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ മാറി മറിയും എന്ന ടെൻഷനിൽ അവൻ എന്തൊക്കെയോ കിടന്ന് പുലമ്പുമ്പോ ഇപ്പോ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന കാര്യം യുൻവുനും ജിൻജിനും ഓർമ്മയില്ല, മറ്റുള്ളവർക്ക് അത് അറിയില്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് കേൾക്കുന്ന എയറിൻ അവനെ മാറ്റി നിർത്തി നീ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സമയത്ത് അവൻ ഞങ്ങൾ
മൂന്നുപേരും ഇതുപോലെ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന് പറയുമ്പോൾ അവൾ അവനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. അതായത് അവളും ഇതുപോലെ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്ന്. പക്ഷെ ഞാൻ മാത്രമാണ് അങ്ങനെ വന്നതെന്നാണ് ഞാൻ കരുതിയതെന്ന് അവൾ പറയുമ്പോൾ ഞങ്ങളും ഉണ്ട്, പക്ഷെ വന്ന കാര്യമൊന്നും ഇപ്പൊ അവന്മാർക്ക് ഓർമ്മയില്ല, രണ്ടുപേരും അത് മറന്നുപോയി. പക്ഷെ എങ്ങനെ മറന്നു എന്ന് എനിക്കറിയില്ല എന്ന് MJ പറയുമ്പോൾ എറിൻ കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കാണ്. ആ ടീമാണ് അവൾക്ക് മനസ്സിലാവുന്നത്. ഒരു ദിവസം രാത്രി യുൻവു മ്യൂസിക് കമ്പോസ് ചെയ്യാനായി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം അവിടേക്ക് ഇവള് ചെന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ നല്ല ഇടിമിന്നൽ അടിക്കുമ്പോൾ അവൻ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നതായി അവൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ജിൻജിനുമായും വന്നിരുന്നു. അപ്പോ അങ്ങനെ അതിനുശേഷമായിരിക്കാം ഇവരിത് മറന്നത്. എങ്കിലും രണ്ടുപേരും അന്ന് നൈറ്റ് ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്തിരുന്നപ്പോ ഇടിമിന്നൽ അടിച്ചു. ഒപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഇതിന് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കാണുമോ എന്ന് അവള് ചോദിക്കുമ്പോൾ അങ്ങനെ നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വെച്ച് പരീക്ഷിക്കാം. ഈ കാലാവസ്ഥ കണ്ടിട്ട് ഇന്ന് നൈറ്റ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നൈറ്റ് നീ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നാളെ ഞാൻ മറക്കോ ഇല്ലയോ എന്ന് അറിയാമല്ലോ എന്ന് അവരങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ രാത്രി മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് റൂമിന്റെ അവിടെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇടിമിന്നൽ അടിക്കാനായി ഇവർ വെയിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ വിചാരിച്ച കാര്യമല്ല അതിനുശേഷം നടന്നത്. MJ കാര്യങ്ങൾ മറക്കുന്നതിനും പകരം എറിൻ ഈ ഒരു പാസ്റ്റിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചർ, അതായത് യഥാർത്ഥത്തിൽ അവളുടെ ലൈഫ് പൊക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ചെല്ലുന്നു. നോക്കുമ്പോൾ അവൾ വന്നു നിൽക്കുന്ന ഈ ഒരു ദിവസം തന്നെയാണ് ആസ്ട്രോയുടെ ഫസ്റ്റ് സോങ് പെർഫോം ചെയ്യേണ്ട സമയം. പക്ഷെ അവിടെ വെച്ച് അവൾ MJയോട് സംസാരിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവൾക്ക് വീണ്ടും തലകറക്കം വന്ന് താഴെ വീഴുന്നു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ വീണ്ടും ഇപ്പോൾ അവൾ പാസ്റ്റിലാണുള്ളത്. പെട്ടെന്ന് ഞാൻ വീണ്ടും ഇവിടേക്ക് എത്തിയോന്ന് ഡൗട്ട് വരുന്ന അവൾ എന്താണ് ബാക്കി സംഭവിച്ചത് എന്നറിയാനായി MJയെ ചെന്ന് കണ്ട് ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കാണ്. അപ്പൊ തന്നെ അവൾ ടൈം ട്രാവൽ ചെയ്തു പോയ അതേ സമയത്ത് ആ കാര്യങ്ങൾ മൂലം തന്നെ ഇവൻ പഴയ കാര്യങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു എന്നത് മനസ്സിലാവുന്നു. എന്തായാലും ഇവനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇവരിപ്പോ ഫെസ്റ്റിവലിന് വേണ്ടി കമ്പോസ് ചെയ്തിരിക്കുന്ന പാട്ട് അവരുടെ എൻട്രി ആയിട്ട് കൊടുക്കാനായി പോകുമ്പോൾ ഓൾറെഡി ഇവരുടെ പോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് ടീം ഉണ്ടല്ലോ അവിടെ. ഇവരുടെ അതേ പാട്ട് തന്നെ കോപ്പി ചെയ്ത് ഇവർ കൊടുക്കുന്നതിന് മുന്നേ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പാട്ടായിട്ട്. അതുകൊണ്ട് ഇവർ അതേ പാട്ട് കൊണ്ടുപോകുമ്പോൾ ഇവരെ അലോ ചെയ്യുന്നില്ല. പുതിയൊരു പാട്ട് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുമെന്ന് അവർക്ക് അറിയിപ്പ് ലഭിക്കുമ്പോൾ ഈ കുറഞ്ഞ സമയത്ത് എങ്ങനെ പുതിയ പാട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെൻഷൻ ആവുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഓൾറെഡി മറ്റൊരു സോങ് ഉണ്ടെന്ന് MJ പറയാണ്. കാരണം ഇവരിപ്പോ പുതുതായി കമ്പോസ് ചെയ്ത പാട്ടല്ല, അല്ലാതെ തന്നെ ഈ പാസ്റ്റില് ഇതേ പ്രോഗ്രാമിന് വേണ്ടി അവർ ഓൾറെഡി ഒരു പാട്ട് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഫ്യൂച്ചറിൽ നിന്ന് ഇപ്പൊ ടൈം ട്രാവൽ ചെയ്ത് വന്ന കാര്യങ്ങൾ ഓർമ്മയുള്ള MJക്ക് ഓർമ്മയുണ്ട്. അവൻ അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന എറിന് അപ്പൊ ഇവൻ ഒന്നും മറന്നിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അവൾ അവനെ മാറ്റി നിർത്തി. അപ്പോ കുറച്ചു മുന്നേ എല്ലാം മറന്നതുപോലെ നീ സംസാരിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്നെ പ്രാങ്ക് ചെയ്തതല്ലേ, നീ കാരണമാണ് ഇതൊക്കെ അവർ മറന്നേന്ന് നീ ടെൻഷൻ അടിച്ചില്ലേ, അങ്ങനെ അല്ലാന്ന് നിന്നെ പേടിപ്പിക്കാനായിട്ട് ഞാൻ ചുമ്മാ പ്രാങ്ക് ചെയ്തതാണെന്ന് പറയുന്ന അവൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അവന്മാര് നമ്മളിപ്പോ പുതുതായി കമ്പോസ് ചെയ്ത പാട്ട് കോപ്പി അടിച്ചു വെച്ചോട്ടെ സാരില്ല, പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ഫെസ്റ്റിവലിനെ പെർഫോം ചെയ്ത് സമ്മാനം നേടിയ ആ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് തന്നെ നമ്മൾ പെർഫോം ചെയ്താൽ ഫ്യൂച്ചറിൽ മാറ്റവും വരില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന അവനും എയറിനും കൂടി ചേർന്ന് ഇനി ബാക്കി നമ്മുടെ ഫ്രണ്ട്സിനോട് ടൈം ട്രാവലിന്റെ കാര്യം തുറന്നു പറയാം, ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം. കാരണം ആ പഴയ പാട്ടിന്റെ കാര്യം ഇവരോട് സംസാരിക്കുമ്പോൾ എല്ലാം ഇവരെ മനസ്സിലാക്കണമല്ലോ. അങ്ങനെ MJ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും തന്നെ ഒന്നും വിശ്വസിക്കാനായി കഴിയുന്നില്ല. നീ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂച്ചറിന്നും ടൈം ട്രാവലിനും ഒക്കെ പറയുന്നത് കേട്ടപ്പോ നിനക്ക് വട്ടാന്നാ ഞങ്ങൾ വിചാരിച്ചത്, എന്നാലും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അവര് പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കണ്ട, എന്തായാലും ഇപ്പൊ നമുക്ക് പാട്ട് തയ്യാറാക്കണ്ടേ എന്ന് പറയുമ്പോ എയറിൻ അന്ന് യുൻവു അവന്റെ സിസ്റ്റത്തില് ഒരു പാട്ടിന്റെ മ്യൂസിക് സേവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ കാര്യം ഇപ്പൊ ഇവരോട് പറയുമ്പോൾ അവൻ ചെയ്ത കാര്യം അവന് തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് യുൻവു ഉണ്ടായിരുന്നത്. എന്തായാലും നോക്കുമ്പോ ശരിയാ മ്യൂസിക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ലിറിക്സ് ഇനി തയ്യാറാക്കണം. അങ്ങനെ അതിന് വേഗം ലിറിക്സ് തയ്യാറാക്കി അവർ പാട്ട് സെറ്റ് ചെയ്യാണ്. അങ്ങനെ അവർ പെർഫോം ചെയ്യേണ്ട ദിവസം എത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാട്ട് പാടി ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്യാനായി അവർക്ക് കഴിയുന്നു. അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് എയറിൻ അത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അതിന് വലിയ റീച്ച് ലഭിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഫ്യൂച്ചറിലേക്ക് തിരിച്ചെത്തുന്ന ആസ്ട്രോ മെമ്പേഴ്സ് അവരുടെ ഫസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടി റെഡി ആവുന്നതാണ്. ആ ഒരു സമയത്ത് MJ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടതുപോലെ ഞെട്ടി ഉണർന്ന് തിരിച്ചെത്തിയോന്ന് ചുറ്റിന് നോക്കുമ്പോ എന്താടാ നീ മേക്കപ്പിന്റെ ഇടയിൽ ഉറങ്ങി വല്ല സ്വപ്നവും കണ്ടോന്ന് ജിൻജിനൊക്കെ അവനെ കളിയാക്കുന്നു. സ്വപ്നോ യഥാർത്ഥത്തിൽ നടന്നില്ലേ, ടൈം ട്രാവൽ ചെയ്ത് ഞാൻ പാസ്റ്റിലേക്ക് പോയില്ലേ എന്നവന് ആകെ കൺഫ്യൂഷൻ. പക്ഷെ റിയൽ ആയിട്ട് നടന്നോ അതോ സ്വപ്നാണോ എന്ന് കൺഫേം ചെയ്യാനായി എയറിനെയും യുവിനെയും അവർ ഈ കോൺസേർട്ടിന്റെ അവിടേക്ക് എത്തുമ്പോൾ MJ ചെന്ന് കണ്ട് സംസാരിക്കുന്നു. ഇതേപോലെ സ്കൂളിൽ നിന്ന് തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് ഇടയ്ക്ക് കുറച്ചു നേരത്തേക്ക് എയറിൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് നടന്നതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കാണ്. അന്നത്തെ പോലെ തന്നെ അവരുടെ കൂടെ MJ നടന്നു വരുമ്പോ യുവിന്റെ തോളില് MJ കൈയിട്ടപ്പോ ഞാൻ ബിന്നിന്റെ ഗേൾ ഫ്രണ്ടാ, നിന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് അവള് തട്ടിക്കളഞ്ഞ് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നു. ബിന്നിനെ കണ്ട് യു ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. അവരിപ്പോ ലവേഴ്സ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സമയത്ത് അവിടെ നടക്കുന്നതും സംസാരിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് MJക്ക് അപ്പോ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നത് ജസ്റ്റ് തനിക്ക് തോന്നിയ ഒരു സ്വപ്നമല്ല, അത് റിയൽ ആണെന്ന് എയറിനോട് സംസാരിക്കുമ്പോൾ
അവന് മനസ്സിലാവുന്നുണ്ട് ഇത് സ്വപ്നമല്ല അല്ലേന്ന് അവൻ ഞെട്ടി നിൽക്കുമ്പോ അല്ല ഏത് സ്വപ്നത്തിലാണോ നീ കഷ്ടപ്പെട്ടത് അതിപ്പോ റിയൽ ആയി നടന്നിരിക്കുന്നു. ചില സമയം അങ്ങനെയാ, സ്വപ്നങ്ങള് ചിലപ്പോ സത്യത്തെക്കാൾ ഒരുപാട് മനോഹരമായിരിക്കും. നീ എന്തായാലും സ്വപ്നം കണ്ടത് ഇപ്പൊ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഫസ്റ്റ് പെർഫോമൻസിനായിട്ടുള്ള സമയമായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവനെ അവള് പറഞ്ഞു വിടുമ്പോ അവനും വളരെ ഹാപ്പിയായി തന്റെ മറ്റ് മെമ്പേഴ്സിന്റെ കൂടെ സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാനായി പോകുന്നു. അത് നോക്കി ഇപ്പൊ നിൽക്കുകയാണ് ആരുനും. പ്രത്യേകിച്ച് ആരുന് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്ക് ടൈം ട്രാവല് അപ്രതീക്ഷിതമായി സംഭവിച്ച് തകർച്ചയുടെ വാക്കിൽ നിന്ന ഈ ഒരു ഗ്രൂപ്പ് അതിൽ നിന്നും പിന്നീടും എങ്ങനെയാണ് അതിനേക്കാൾ ശക്തിയിൽ തിരിച്ചു വന്ന് ഇപ്പൊ ഈ പെർഫോം ചെയ്യാനായി പോകുന്നത് എന്ന കാര്യം കണ്ട് അവൾ വളരെ ഹാപ്പി ആവുന്നു. അവൾ ഇവരുടെ മ്യൂസിക്കിനെയും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ആസ്ട്രോ മെമ്പേഴ്സ് അവരുടെ ഫസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടി തയ്യാറായി പോകുന്നത് കാണുമ്പോൾ തന്നെ ഇത് അവരുടെ ടൈം ട്രാവലിന്റെ അവസാനമായിരിക്കാം. പക്ഷെ ഇത് പുതിയൊരു തുടക്കമാണെന്ന് അവൾക്ക് നന്നായി അറിയാം. ആസ്ട്രോ എന്ന ലോകമെമ്പാടും ആരാധകർ ഉണ്ടായ ഒരു K-പോപ്പിന്റെ തുടക്കം. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ അവസാനിക്കുന്നു. ഇത് ആസ്ട്രോ മെമ്പേഴ്സ് അഭിനയിച്ച ഒരു ചെറിയ ക്യൂട്ടായ ഫാന്റസിയും ഫ്രണ്ട്ഷിപ്പും ഒക്കെയുള്ള രസകരമായ ഒരു ഡ്രാമയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.